ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് പതിവ് പോലെ നമ്മൾ മുഷ്രിഫ് മോളിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തവണ നമ്മൾ വന്നിട്ടുള്ളത് സാധനങ്ങളൊന്നും വാങ്ങാനായിട്ടല്ല, മോൻ്റെ മുടിയൊക്കെ ഒന്ന് വെട്ടിക്കളയാലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അങ്ങനെ അതാ ഇവിടുത്തെ കിഡ്സ് സലൂണിലാണ് നമ്മൾ പതിവായിട്ട് മുടി വെട്ടാൻ വരാറുള്ളത്. മുടിയൊക്കെ അതാ വെട്ടാൻ തുടങ്ങി. നമ്മൾ 2 മാസം കൂടുന്തോറുമാണ് കേട്ടോ ഇവൻ്റെ മുടിയൊക്കെ വെട്ടിക്കളയാറുള്ളത്. അപ്പോഴത്തേക്കിനും നല്ലതായിട്ടൊന്ന് വെട്ടാനുള്ളതൊക്കെ കിളിച്ച് വരുത്തുള്ളൂ. ദാ അങ്ങനെ ഇവിടെ അടങ്ങിയൊക്കെ ഇരുന്ന് കൊടുക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ കരുതും ഇവനെ കെട്ടി വല്ലതും ഇട്ടേക്കുവാണോ, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ അടങ്ങിയിരിക്കുന്നതെന്ന്. അങ്ങനെ കെട്ടിയൊന്നും ഇട്ടേക്കുമല്ല കേട്ടോ. ഇതാണ് അതിൻ്റെ കാരണം. ഇതുപോലെ ഓരോ ചെയറിൻ്റെ ഫ്രണ്ടിൽ ഓരോ TV സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിള്ളേർക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവർ പ്ലേ ചെയ്ത് കൊടുക്കും. ഒരു കണക്കിന് അത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എടുത്തുകൊണ്ട് നിൽക്കണം, പിള്ളേർ കരച്ചിലാവും ബഹളവും, അവർക്ക് അവരുടെ ജോലിയും ചെയ്യാൻ പറ്റത്തില്ല. ഇതാകുമ്പോൾ ഒരു പ്രശ്നമില്ല, പെട്ടെന്ന് കാര്യവും കഴിയും, അവരുടെ ജോലിയും തീരും, അവരവിടെ ഇരുന്ന് ഇത് കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുകയും ചെയ്തോളും. ഇത് നാട്ടിലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ആ സലൂൺ മൊത്തം ഓടേണ്ടി വന്നേനെ ഇവനെയും കൊണ്ട്, കാരണം അവന് ഇരിക്കത്തില്ല. അപ്പോൾ അതാ മുടിയെല്ലാം വെട്ടിക്കഴിഞ്ഞിട്ട് ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എന്നിട്ട് ഐസ്ക്രീം വേണമെന്ന് ചോദിക്കേണ്ട താമസം വേണമെന്ന് പറയാം. അങ്ങനെ ഞങ്ങൾ മക്ഡൊണാൾഡ്സിൽ കയറി ഓരോ ഐസ്ക്രീമും ഒക്കെ വാങ്ങി കഴിച്ചിട്ട് പതുക്കെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി. അങ്ങനെ പോകുന്ന വഴിക്കെല്ലാം അപ്പുറം ഇപ്പുറം എല്ലാം കിഡ്സിൻ്റെ ഷോപ്പാണ് കേട്ടോ, ടോയ്സിൻ്റെ ഒക്കെ ഷോപ്പാണ്. പിന്നെ അതാ കിഡ്സിൻ്റെ പ്ലേ ഏരിയയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടൊക്കെ പോകാനുള്ളൊരു ചാഞ്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളത് മുളയിലൊന്ന് ഉള്ളിക്കളഞ്ഞു. എന്നിട്ട് പറഞ്ഞ് ഇതിലും വലിയ കളിപ്പാട്ടമുള്ള സ്ഥലത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടൊക്കെ അവിടെ നിന്ന് പിടിച്ചിറക്കി. എന്നിട്ട് നമ്മൾ തിരിച്ച് പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ഇവിടെ വീണ്ടും അടുത്ത സെലിബ്രേഷനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈദൊക്കെ വരാൻ പോവല്ലേ ഇനി, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ പതുക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട.